Hi, good afternoon. സൗണ്ട് ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ യെസ്, ഓക്കെ അല്ലേ? സോ ഒന്ന് വെയിറ്റ് ചെയ്യാം, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. സോ അസൈൻമെന്റ് എല്ലാവരും വെച്ചു എന്നാണ് വിചാരിക്കുന്നത്. അസൈൻമെന്റ് മെയിൽ വഴി അയച്ചവരുണ്ട്, ലിൻവേസിൽ അപ്ലോഡ് ചെയ്തവരുണ്ട്. സോ ലിൻവേസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമാണ്, പെട്ടെന്ന് മാർക്ക് ഇടാം. മെയിലിൽ അയച്ചവരുടേത് ഞാൻ വാല്യൂ ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ അതിനനുസരിച്ച് മാർക്ക് ലിൻവേസിൽ അപ്ലോഡ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഇനി ഞാൻ ആരുടെയെങ്കിലും കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും മാർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അസൈൻമെന്റ് വെച്ചിട്ടുണ്ട്, മാർക്ക് ഇട്ടിട്ടില്ല എന്ന് പറയാം, എനിക്ക് ചെക്ക് ചെയ്യാം. 16 ആള്, ബാക്കിയുള്ളവരോടെ. പിന്നെ ഇപ്പൊ സുജിഷ മിസ് എന്തോ പെട്ടെന്ന് തിരക്കായിട്ട് ഒരു എമർജൻസി കാര്യമായിട്ട് പോയതാണ്. സോ അതുകൊണ്ടാണ് അവർ എടുക്കുന്നത്. സോ എൻ്റെ ഏതെങ്കിലും അവർ സുജിഷ മിസ് തിരിച്ചെടുക്കും. സോ ഫിസിക്സ് നോട്ടിന് എടുത്ത് വെച്ചു. നമ്മൾ നേരത്തെ ഒരു ഫിഗർ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നു. ഓക്കെ, 22 ആള്, 22 ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര ആളേ ഉള്ളൂ ക്ലാസ്സിൽ? 22 ആളെ ക്ലാസ്സിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ. അനീഷ്, ഷബീബ് ടി. ഷബീബ് എന്ന വോയിസ് അൺലോക്ക് ചെയ്ത്. ഷബീബ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യ്. ഷബീബ് ടി. ഹലോ, നീ മാത്രമേ ഉള്ളൂ? ഷിബിലി ഉണ്ട് അവിടെ? ഷിബിലി ഉണ്ട് അവിടെ? ആ, ഓക്കെ. 25 ആളായി. ബാക്കിയുള്ളവരോടെ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? 2. അഭിനവേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എന്താണ് പ്രസന്റ് ചെയ്യാം? ഓക്കെ, 29 ആളായിട്ടുണ്ട്. സോ നമുക്ക് പറഞ്ഞു. ഷഹബാസ് വന്നു, 30. യെസ്, ടോട്ടൽ പാർട്ടിസിപ്പൻസ് ഏകദേശം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നിങ്ങൾ ഈ ഫിഗർ വരച്ചെടുക്കുക. ഈ ഫിഗർ വരച്ചെടുക്കുക. മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിന്റെ ഫിഗർ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചെടുക്കാൻ പറഞ്ഞു. നിങ്ങൾ വരച്ചെടുക്കാത്തവരുണ്ടെങ്കിൽ ഈ ഫിഗർ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തെടുക്കുക നിങ്ങൾ നോട്ടിൽ. ഇത് ഓരോ കോമ്പോണന്റും എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിരുന്നു. ഫർസൺ ലെഫ്റ്റ് അടിച്ചല്ലോ. സോ ഫിഗർ വരച്ചെടുക്കുക. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഫിഗറിൽ. പിന്നെ വർക്കിംഗ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. എന്താ ഫർസാനെ, നെറ്റ്വർക്ക് പ്രോബ്ലം? സോ ഫിഗറിൽ ഓരോ കോമ്പോണന്റ് എന്താണെന്ന് രേഖപ്പെടുത്തി വെക്കുക. നിങ്ങൾക്കറിയാം, സൈൻ സിമ്പിൾ കാണുമ്പോൾ അറിയാം ഏതാണ് ഇൻഡക്ടർ, ഏതാണ് കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, അമ്മീറ്റർ ഏതാണ്, ബാറ്ററി ഏതാണെന്നൊക്കെ അറിയാം. ഗ്രൗണ്ട് എന്താണെന്ന് അറിയാം. സോ അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. സോ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സോ വരച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നിലധികം പേര് ഹാൻഡ് റൈസ് ചെയ്ത് എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. സോ വരച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. പേജ് നമ്പർ 199 കൊടുത്തിരിക്കുന്ന മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ തന്നെയാണ്. കുറച്ച് ആൾക്കാർ വരച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. സോ എല്ലാവരും വരക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, ആഷിക്ക്, അന്തന. ഓക്കെ, സോ എന്താ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിന്റെ ഉദ്ദേശം എന്താണ്? സോ ഇതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊഡക്ഷൻ ഓഫ് അൾട്രാസോണിക്സ്, അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. സൗണ്ട് വേവ്സ് നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ക്രിയേറ്റിംഗ് എ ഡിസ്റ്റർബൻസ് ഓർ വൈബ്രേഷൻ ഇൻ എയർ. അതായത് എയറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ റിയ സാഹി ഇപ്പോഴാണ് ക്ലാസ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫിഗർ വരച്ചെടുക്കുക, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാം? അൾട്രാസോണിക് വേവ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ഡിസ്റ്റർബൻസ് ഇൻ മീഡിയം. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു മീഡിയത്തിൽ ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയല്ല, അല്ലെങ്കിൽ അത്രയും എളുപ്പത്തിൽ നമുക്ക് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഇസ് ദ റീസൺ? കാരണം നമുക്കറിയാം സൗണ്ടിന്റെ ഫ്രീക്വൻസി സം 10 ഹെർട്സ്, 20 ഹെർട്സ്. വാട്ട് യു മീൻ ബൈ 20 ഹെർട്സ്? 20 ഹെർട്സ് എന്നതിന്റെ അർത്ഥം എന്താ? ഒരു ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി 20 ഹെർട്സ് ആണ്. അതിന്റെ അർത്ഥം എന്താ? വാട്ട് യു മീൻ ബൈ ദാറ്റ്? യാദിഷ, അതിന്റെ അർത്ഥം എന്താ? ഒരു ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി 20 ഹെർട്സ് ആണെന്ന് പറയുമ്പോൾ വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ട് ഫ്രീക്വൻസി എന്താണെന്ന് അറിയില്ല. വാട്ട് ഈസ് ഫ്രീക്വൻസി? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ടൈം പീരീഡ്, വാട്ട് യു മീൻ ബൈ ടൈം പീരീഡ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഓസിലേറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേറ്റ് ചെയ്യുന്നു, അതാണോ ടൈം പീരീഡ്? അല്ല, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എത്ര സമയം എടുക്കുന്നു. സോ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈം കൊണ്ട് എത്ര തവണ ഓസിലേറ്റ് ചെയ്യുന്നു, അതിനെ എന്ത് വിളിക്കും? ആ റേറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഷഹബാസ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം നീഡഡ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയമാണ് ടൈം പീരീഡ്. വാട്ട് യു മീൻ ബൈ ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടാവും, അതാണ് ഫ്രീക്വൻസി. സോ ഒരു സൗണ്ട് വേവ് 20 ഹെർട്സ് ഉള്ള ഒരു സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിന്റെ മീനിങ് എന്താ? എയറിൽ, മീഡിയത്തിലെ എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? 20 ടൈംസ് ഒരു സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ മീഡിയത്തിലെ പിന്നെ പാർട്ടിക്കിൾസ്, അത് എയർ ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ, ഏത് മീഡിയത്തിൽ കൂടിയാണോ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ്
ഒരു സെക്കൻഡിൽ 20 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്നു. ദാറ്റ് യു മീൻ ബൈ 20 ഹെർട്സ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 20 ഹെർട്സ്. പക്ഷെ നമ്മൾ പറഞ്ഞു അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി എത്രയാ? about 20 kilohertz or about 20,000 hertz. 20,000 hertz. The sound waves above that frequency are called ultrasonic waves. അത് ആ ഫ്രീക്വൻസി 20,000 ഹെർട്സിന് മുകളിലുള്ള ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സിനെയാണ്, അക്കോസ്റ്റിക് വേവ്സിനാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് വിളിച്ചത്. സോ അങ്ങനെയാണെങ്കിൽ if you want to create or produce ultrasonic waves, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യണം? 20,000 times. 20,000 times. That is not easy. നമ്മൾ വോക്കൽ കോഡ് ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒരു സൗണ്ട് ബിൽഡപ്പ് ചെയ്യുന്നത് പോലെ 20,000 ഹെർട്സ് ഉള്ള സൗണ്ട് ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് സാധാരണ രീതിയിൽ പറ്റില്ല. സോ ഇൻ ഓർഡർ ടു ഡു ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓർ എ മെക്കാനിസം വിച്ച് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിയിൽ സൗണ്ട് ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മീഡിയത്തിലെ പാർട്ടിക്കിൾസിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മെക്കാനിസംസ് ആണ് നമ്മളിപ്പോൾ രണ്ടെണ്ണം പഠിക്കുന്ന. ഫസ്റ്റ് വൺ ഈസ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. സോ ഇനീഷ്യലി വി സ്റ്റഡിഡ് വാട്ട് ഈസ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ. ആദ്യം നമ്മൾ പഠിച്ചു എന്താ മാഗ്നെറ്റോസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if we apply a parallel magnetic field to a ferromagnetic rod, ഒരു ഫെറോമാഗ്നറ്റിക് റോഡിൽ പാരലൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ? It will increase its length. If we apply magnetic field in just opposite directionലാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ നമ്മൾ ഈ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. അതായത് ഡയറക്ഷൻ ഒരു ഡെഫിനിറ്റ് ടൈം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന. If we are applying a varying magnetic field in which the direction of magnetic field is varying after each a definite time interval, what happens? Then there will be a repetition of increase and decrease in the length of this rod. എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ there will be a repetition of this increase and decrease, or we can say this rod is in oscillations. And this is how we create ultrasonic waves. And frequency of this oscillation, ഈ ഓസിലേഷന്റെ ഫ്രീക്വൻസി ഏതാ? Then we can compare to the 20 kilohertz എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. So in order to build or in order to produce ultrasonic waves, we are using magnetostriction oscillator. Now we are going to how this magnetostriction oscillator works. So here we have, നമ്മൾ ഇതിലെ കോമ്പോണൻസ് ഡിസ്കസ് ചെയ്തു. What are the components? Here we have a ferromagnetic rod. So magnetostriction effect അനുസരിക്കണമെങ്കിൽ we should have a ferromagnetic rod and two inductors are loosely wind up at the two ends. And ഒരു L1 എന്ന ഇൻഡക്ടറും L2 എന്ന ഇൻഡക്ടറും എന്ത് ചെയ്തു? We wind up these two inductors at the two ends. And here we have a clamp. ഈ റോഡിന്റെ സെൻട്രൽ പാർട്ട് എന്ത് ചെയ്തു? നമ്മളൊരു ക്ലാമ്പിൽ ഫിക്സ് ചെയ്തു. That means ഈ സെൻട്രൽ ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് പൊസിഷനിൽ നിന്നാണ് ഓസിലേഷൻസ് നടക്കേണ്ടത്. So we fix this center of our rod to a clamp. Now this circuit contains an inductor and it is parallelly connected to, or it is connected to a capacitor, a variable capacitor. ഒരു ഇൻഡക്ടർ എന്ത് ചെയ്തിരിക്കുന്നു? കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. So if an inductor is connected to a capacitor, if an inductor is connected to a capacitor, then and if there is a power source, then such a circuit is called tank circuit. ഒരു ഇൻഡക്ടർ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന് നമ്മളൊരു പവർ സോഴ്സും കൂടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് എ ടാങ്ക് സർക്യൂട്ട്. നമുക്ക് അതിനൊരു ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ടാങ്ക് സർക്യൂട്ട്? ടാങ്ക് സർക്യൂട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഓർ ഇറ്റ് പ്രൊഡ്യൂസ് consecutive electric and magnetic oscillations. ടാങ്ക് സർക്യൂട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അസ്യൂം ദാറ്റ് ദിസ് ഈസ് എ ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ. ഇതൊരു ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ ആണെന്ന് വിചാരിക്കുക. സോ കപ്പാസിറ്ററിന്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ കോമ്പോണന്റ് ആണ് കപ്പാസിറ്റർ. നൗ എന്ത് അസ്യൂം ചെയ്യുക? അസ്യൂം ദാറ്റ് ദിസ് കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്ഡ്, അല്ലെങ്കിൽ ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. Now what happens if we connect this capacitor is to inductor? ഇൻഡക്ടറുമായിട്ട് കണക്ട് ചെയ്തെന്ന് സംഭവിക്കും? കറണ്ട് വിൽ ഫ്ലോ ഇൻടു ദി ഇൻഡക്ടർ. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? കറണ്ട് ഇൻഡക്ടറിലേക്ക് ഫ്ലോ ചെയ്യും. Now
Inductor is charged up. What happens? A coil is charged up. Or winded up metallic coil charged. If current is flowed through such a coil, what happens? What will happen if we flow current through a coil? Anyone knows? What happens if we flow current through a metallic coil or an induction coil? Induction coil could current pass in them. What will develop? How do they develop? Anyone? ആർക്കെങ്കിലും അറിയെങ്കിലും ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഫ്ലക്സ് ഫ്ലക്സ്. ഓക്കെ, ഒരു ഫ്ലക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഡെവലപ്ഡ് അക്രോസ് ദിസ് ഇൻഡക്റ്റിംഗ് കോയിൽ. എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്റ്റിംഗ് കോയിലിലെ ക്രോസ് ഡെവലപ്പ് ചെയ്യും ഡ്യൂ ടു ദിസ് ഫ്ലോ ഇൻ കറണ്ട്. ഓർ വി ക്യാൻ സേ എ കോയിൽ ഇസ് seen as, or a coil can be replaced by a permanent magnet. ഒരു പെർമനന്റ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഒരു കറണ്ട് ക്യാരി ഇലക്ട്രിക് കോയിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ വെൻ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് കോയിൽ എന്ത് സംഭവിക്കും? ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഡെവലപ്ഡ് ഇൻ ദിസ് കോയിൽ. സോ എന്ത് ചെയ്യും? അപ്പൊ സോ ഓൾ ദി ചാർജ് വിൽ ഗെറ്റ് ഫ്ലോൺ ഇൻ ടു ദിസ് ഇൻഡക്ടർ. സോ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്. ഓൾറെഡി കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്. എന്ത് ചെയ്യും? ചാർജ് മുഴുവൻ ഇൻഡക്ടറിലേക്ക് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് ഇൻഡക്ടറിലേക്ക് ഫ്ലോ ചെയ്യും. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടി കൂടി വരും. ആഫ്റ്റർ റീച്ചിങ് എ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡ് അവസാനം എന്ത് ചെയ്യും? ആഫ്റ്റർ റീച്ചിങ് എ മാക്സിമം വാല്യൂ, then the current flows back to capacitor. And what happens? Now, due to self-inductance എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. Due to self-inductance, a back EMF is produced. So നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരും, കാരണം ഫ്ലോ ചെയ്യുന്ന കറണ്ടിൽ ചേഞ്ച് വരുന്നുണ്ട്. കാരണം എന്താ? കപ്പാസിറ്ററിൽ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൽ ചേഞ്ച് വരും. സോ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. ഡ്യൂ ടു ദാറ്റ് ഡിക്രീസ് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, ദർ വിൽ ബി എ ബാക്ക് EMF is produced in this circuit. A back EMF is produced in this circuit. So again the current will flow through this circuit. And now the capacitor is charged but with changing polarity. Back EMF ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് എന്താ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. അതായത് എന്താ? പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. നേരത്തെ ഇത് പോസിറ്റീവ് പ്ലേറ്റും ഇത് നെഗറ്റീവ് പ്ലേറ്റും ആണെങ്കിൽ അഗെയിൻ വീണ്ടും ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഹിയർ വി ഹാവ് നെഗറ്റീവ് പ്ലേറ്റ് ആൻഡ് ഹിയർ വി ഹാവ് പോസിറ്റീവ് പ്ലേറ്റ്. സോ ആദ്യം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഇനി നമ്മൾ ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ഭാഗത്തൊന്ന് ചിന്തിച്ചു നോക്കുക. സോ വെൻ ഇനീഷ്യലി എന്താ ചെയ്തത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡപ്പ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്? മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ഫെറോ മാഗ്നറ്റിക് റോഡ് ഈസ് അപ്ലൈഡ്. സോ ആദ്യം എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡ് ചെയ്തു ഈ കോയിലിനെ ക്രോസ്. സോ ഫെറോ മാഗ്നറ്റിക് റോഡിന് എന്ത് സംഭവിക്കും? Then the length of ferromagnetic rod increases. Ferromagnetic rodന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. After that, due to self-inductance, a back EMF is induced. Now capacitor is charged otherwise. ഇനി again current flow ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. Now the magnetic field should be in opposite direction. So രണ്ടാമത്തെ പ്രാവശ്യം, or second time in the repetition, the magnetic field will act along opposite direction. കാരണം the back EMF ആണ് പ്രൊഡ്യൂസ് ചെയ്ത് പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ, നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു റോഡ്? റോഡിന് എന്ത് സംഭവിക്കും? റോഡിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ ദിസ് ടാങ്ക് സർക്യൂട്ട് ഓർ ദിസ് LC സർക്യൂട്ട് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻഡക്ടർ കപ്പാസിറ്റർ സർക്യൂട്ട് എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇടയ്ക്ക് കടന്ന് ഓസിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഡ്യൂ ടു ദിസ് കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പറ്റും? റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ ദർ വിൽ ബി എ റിപ്പീറ്റേഷൻ ഓഫ് ദിസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ റോഡ്സ് ലെങ്ത്. സോ വി ക്യാൻ സേ റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നു. ഇത് സംഭവിക്കുന്ന ഫ്രീക്വൻസി it is high frequency, some kilohertz, അതായത് some kilohertz റേഞ്ചിലാണ് ഇത് സംഭവിക്കുന്നത്. സോ എന്താണ്? ഇവിടെ എയർ ആണ്, ഇവിടെ ഒരു മീഡിയം ആണെങ്കിൽ എന്ത് സംഭവിക്കും? There will be rigorous vibrations here and ultrasonic waves are produced due to this high vibration അല്ലെങ്കിൽ rigorous vibration of this റോഡ്. ഈ റോഡിന്റെ ലെങ്ത്തിലെ ഇൻക്രീസും ഡിക്രീസും എന്താണ്? ഒരു വൈബ്രേഷൻസ് ആയിട്ടാണ് മീഡിയത്തിന് ഫീൽ ചെയ്യുന്നത്. സോ എന്ത് സംഭവിക്കും? മീഡിയത്തിലെ പാർട്ടിക്കിൾസും അതിനോടൊപ്പം വൈബ്രേറ്റ് ചെയ്യും.
Now, if the frequency is greater than 20 kilohertz, medium particles vibrate in 20 kilohertz മുകളിലാണെങ്കിൽ, then we can say ultrasonic waves are produced here. So ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം, how ultrasonic waves are produced in a magnetostriction oscillator. So in next case, ഇപ്പൊ ഈ ഒരു പിന്നെ ഇൻഡക്ടറിന്റെ കേസിലും L2 എന്ന് പറയുന്ന ഇൻഡക്ടറിന്റെ കേസിലും here we are seeing that the one end of inductor, L2 എന്ന ഇൻഡക്ടറിന്റെ ഒരു സൈഡ് എന്താ നെഗറ്റീവ് പോർഷൻ, it is seen into the negative portion, it is connected to the negative portion of this power source, and other end is connected to the base ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കേസിലും ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. സോ there will be a back EMF. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. സോ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അഗൈൻ ബേസിൽ കൂടി ബാക്ക് EMF വന്ന് അഗൈൻ ഈ ടാങ്ക് സർക്യൂട്ടിനെ റീചാർജ് ചെയ്യും. സോ ഈ ടാങ്ക് സർക്യൂട്ടിലെ പൊളാരിറ്റി ചേഞ്ച് ഈ ഇൻഡക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇൻ ദിസ് എൻഡ് ഓൾസോ അൾട്രാസോണിക് വേവ്സ് ഗെറ്റ് പ്രൊപ്പഗേറ്റഡ്. സോ ആക്ച്വലി ആസ് എ റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് from this fixed position or from the reference of fixed position, ഈ നമ്മുടെ ഫെറോമാഗ്നറ്റിക് റോഡ് എന്ത് ചെയ്യും, ഈ ഫിക്സ്ഡ് പൊസിഷനിൽ നിന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. So due to this oscillation of ferromagnetic rod, what happens? There will be production of ultrasonic waves. So on പേജ് നമ്പർ 199 അതൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പേജ് നമ്പർ 199 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വായിച്ചു നോക്കുക. ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. അതായത് L2 എന്ന സർക്യൂട്ടിൽ ഇൻഡക്ടറിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ് L2 നമ്മൾ പറഞ്ഞു L1 എന്ന ഇൻഡക്ടർ കാരണം LC സർക്യൂട്ട് കാരണം എന്ത് ചെയ്യും, ഈ ഫെറോമാഗ്നറ്റിക് റോഡ് വൈബ്രേറ്റ് ചെയ്യും. There will be vibrations in this ferromagnetic rod due to the oscillations in electric and magnetic field. സോ ഇവിടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓസിലേഷൻ കാരണം ഈ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പാരേറ്റീവ്ലി ഒരു ഓസിലേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. സോ ദിസ് ഓസിലേഷൻസ് വിൽ ബി എഫക്റ്റഡ് ഹിയർ ടു. ഈ ഓസിലേഷൻസ് എന്ത് ചെയ്യും, ദിസ് ഓസിലേഷൻസ് ഹിയർ അഫക്ട് ദിസ് ടു. അതായത് ഒരു കോയിലിന്റെ ഉള്ളിൽ ഒരു ഫെറോമാഗ്നറ്റിക് റോഡ് ഉണ്ട്, അത് ഇവിടെയും ഓസിലേറ്റ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്, എ ഫെറോമാഗ്നറ്റിക് റോഡ് ഈസ് മൂവ്ഡ് ഇൻസൈഡ് എ കോയിൽ. ഒരു ഫെറോമാഗ്നറ്റിക് റോഡ് എടുത്തിട്ട് ഒരു കോയിലിനുള്ളിൽ ഇൻസൈഡ് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യുക, എന്ത് സംഭവിക്കും? There will be a change in magnetic flux associated with coil. ഈ കോയിലുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. സോ എന്ത് ചെയ്യും, there will be a back EMF അല്ലെങ്കിൽ there will be an EMF will be produced in this circuit and it will be fed back to this base of transistor. So again എന്ത് ചെയ്യും, ഈ ട്രാൻസിസ്റ്ററിലേക്ക് വീണ്ടും ഈ ബാക്ക് EMF ചെല്ലും. സോ ടോട്ടൽ എനർജി എന്താ ഒരു പരിധി വരെ കൺസർവ്ഡ് ആണെന്ന് പറയാൻ പറ്റും. സോ നിങ്ങൾ +2 ഇലക്ട്രോണിക്സിൽ ശരിക്കും ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഒരു പരിധി വരെ പരമാവധി കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പഠിക്കുക. മനസ്സിലായല്ലോ? സോ ഫിഗർ എന്തായാലും പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഹൗ ultrasonic waves are produced. So I already said here the rod is fixed in clamp. So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു ഗ്രാഫിക്കൽ ആയിട്ടാണ് ഈ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ റോഡിന്റെ വൈബ്രേഷനെ ഗ്രാഫിക്കൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
അതായത് ഇതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ്, ഇത് മാക്സിമം ഓസിലേഷൻ, ഇതെന്താ ഇത് maximum oscillation in other side. So if I represent this as a wave, അടുത്ത പേജിൽ കാണിക്കുന്ന പോലെ, so wait, ഞാൻ റോഡ് വരയ്ക്കുന്നു. ഐ എം ഡ്രോയിങ് ഈ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട ഫെറോമാഗ്നറ്റിക് റോഡ് തന്നെ വരയ്ക്കുന്നു. ഹിയർ വി ഹാവ് ക്ലാമ്പ് ആൻഡ് ദിസ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇതിന്റെ ലെങ്ത് ഓരോ സൈഡിലും ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹിയർ our ferromagnetic rod is producing ultrasonic waves. So ultrasonic waves in the frequency, if ferromagnetic rod in the oscillation of frequency same ആയിരിക്കും. Am I right? So I can represent our wave as this. നമുക്കറിയാം നോഡിൽ ഫിക്സ്ഡ് പോയിന്റിൽ എന്താ വേവ്. Here we have node and the position with maximum amplitude is called antinodes. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ മെൽസ് എക്സ്പെരിമെന്റ് ലാബിൽ ചെയ്യുമ്പോൾ ഫിക്സ്ഡ് പൊസിഷനിലാണ് സ്ട്രിങ് കിട്ടിയത്. ഫിക്സ്ഡ് പൊസിഷനിൽ എന്താ ആന്റി നോഡായിരിക്കും. അതിന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വേവ് വരുന്ന സ്ഥലത്ത് ആന്റി നോഡായിരിക്കും. സോ നമുക്കറിയാം ഈ ഒരു എൻഡ്, ഈ രണ്ട് എൻഡും വൈബ്രേറ്റ് ചെയ്യുന്ന എൻഡ്സ് ആണ്. സോ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഡോണ്ട് കെയർ. ഞാനിവിടെ വരച്ചിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ് വേവ് വരച്ചിരിക്കുന്നത്. സോ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് assume that length of the rod is L. ഈ റോഡിന്റെ ലെങ്ത്, ഈ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. assume that the length of rod is L. Now if you represent this as a wave, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ we can see that ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? ദിസ് ലെങ്ത്, ഈ ഒരു ലെങ്ത് എത്രയാ? that means ഇവിടുന്ന് ഇവിടം വരെ. അത് ഇവിടെ ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് ബാക്കിയുണ്ട്. there is wave complete. ഈ വേവ് കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. So from this position A മുതൽ B വരെ, how many wavelength is this? Lambda by 2. Wavelengthന്റെ പകുതിയാണല്ലോ അത്. So we can say L is equal to lambda by 2. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? We can say that lambda is equal to 2L. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഈ റോഡിന്റെ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ്സിനും ഇതേ ഫ്രീക്വൻസി ആയിരിക്കും, ഇതേ വേവ് ലെങ്ത് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ കേസ്. നമ്മൾ മെൽസ് എക്സ്പെരിമെന്റ് ചെയ്ത് എന്താ, വൈബ്രേറ്റിംഗ് സ്ട്രിപ്പിന്റെ ഫ്രീക്വൻസിയും സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസിയും സെയിം ആണല്ലോ. സോ ദാറ്റ് ഈസ് വൈ വി സെഡ് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ലൂപ്പിന്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഒക്കെ എടുത്തിട്ട് സ്ട്രിപ്പിൽ ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം എന്താ? ദാറ്റ് ഈസ് ദ റീസൺ. ബിക്കോസ് സ്ട്രിങ്ങിൽ വൈബ്രേഷൻസ് വേവ്സ് ഉണ്ടാവാനുള്ള കാരണം സ്ട്രിപ്പിന്റെ വൈബ്രേഷൻ ആണ്. സിമിലർലി why ultrasonic waves is producing? Ultrasonic waves are produced due to vibration of this ferromagnetic rod. So ഇതിന്റെ തന്നെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ്സിനും. So understand that. So lambda is equal to 2L. Let this be equation 1. Now we know that velocity of ultrasonic wave through a rod of Young's modulus Y and density rho is given us. നമ്മൾ ആദ്യം ജനറൽ പ്രോപ്പർട്ടി ഓഫ് അൾട്രാസോണിക് വേവ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് വേവ്സ് ത്രൂ സം മെറ്റീരിയൽ, ത്രൂ സം റോഡ് ഓഫ് യങ്സ് മോഡുലസ് വൈ ആൻഡ് ഡെൻസിറ്റി റോ. യങ്സ് മോഡുലസ് വൈയും ഡെൻസിറ്റി റോയും ഉള്ള ഒരു റോഡിൽ കൂടി അൾട്രാസോണിക് വേവ്സിന്റെ വെലോസിറ്റി എന്താ? റൂട്ട് ഓഫ് y by rho. Okay, and we also know that velocity of wave, അതിന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും, velocity of wave is given us in terms of frequency and wavelength. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വെലോസിറ്റി ഓഫ് വേവ്. കീർത്തന പി ഉണ്ടോ ഇവിടെ? കീർത്തന പി ക്ലാസ്സിലുണ്ടോ? Yes, sir. നിനക്കൊരു വേവിന്റെ ഫ്രീക്വൻസി അറിയാം, വേവ് ലെങ്ത് അറിയാം, അതിന്റെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? Mu into lambda. Yeah, velocity is equal to frequency into wavelength, അല്ലെങ്കിൽ mu lambda. അല്ലെങ്കിൽ we can say velocity എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. V is equal to mu lambda is equal to root of y by rho. Now what is lambda? Lambda എന്താ? Lambda is 2L. So that means എന്ത് എഴുതാൻ പറ്റും? mu into 2L is equal to root of y by rho. അല്ലെങ്കിൽ mu is equal to 1 by 2L root of y by rho.
So the frequency of ultrasonic waves produced by a magnetostriction oscillator can be calculated using equation mu is equal to 1 by 2L root of y by rho. Okay. So അതാണ് നമ്മൾ ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഇംപ്ലിമെന്റേഷൻ കൂടി. സോ ജസ്റ്റ് മനസ്സിലാക്കി ഇതൊരു വേവ് റെപ്രസെന്റേഷൻ ആണ്. ഫെറോ മാഗ്നറ്റിക് റോഡ് എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. സോ ഈ വൈബ്രേഷൻ നമ്മൾ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി നോട്ട് ആൻഡ് ദിസ് ഇസ് ആന്റി നോട്ട്. സോ വി നോ ദാറ്റ് ഹാഫ് ഓഫ് ദി വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത്. കാരണം ഇവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ക്ലാമ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സെൻട്രലാണ്. സോ lambda by 2 is equal to L. So also we know that velocity is equal to root of I by rho. In a general wave properties ഒക്കെ apply ചെയ്യുന്നു. നമുക്ക് frequency of ultrasonic waves produced by this magnetostriction effect is given as 1 by 2L root y by rho. സോ ഒന്ന് വായിച്ചു നോക്കുക, തിയറി എന്ന പാർട്ട് വായിച്ചു നോക്കുക, പേജ് നമ്പർ 201. പേജ് നമ്പർ 201. സോ ഇത് കംപ്ലീറ്റ് തിയറിയാണ്, നമുക്ക് ഡെറിവേഷൻസ് ഒന്നുമില്ല. സോ നിങ്ങൾ തന്നെ വായിക്കണം. വായിച്ചിട്ട് ഇനി എന്തെങ്കിലും ഒരു പാർട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പരമാവധി ഞാൻ പറഞ്ഞുതരാം. കാരണം ഇലക്ട്രോണിക്സിലും നിങ്ങൾക്കിപ്പം കഴിഞ്ഞ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാച്ച് കമ്പ്യൂട്ടർ സയൻസിനൊക്കെ അവരുടെ ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. സോ അതിൽ ആംബിയർ സർക്യൂട്ട് ലോ, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, കൂടാതെ നമ്മൾ ഇന്നിപ്പോൾ കണ്ടിരിക്കുന്ന പല ലോസും ഒക്കെ അതിൽ പഠിക്കുന്നുണ്ട്. ഫ്ലക്സ് എന്താണ്, ഫ്ലക്സിൽ ചേഞ്ച് വന്നാൽ എങ്ങനെയാണ് അത് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ അതെങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതൊക്കെ ആ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന പേപ്പറിൽ പഠിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന കാര്യം തന്നെയാണ്. ഫാരഡേസ് ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫാരഡേസ് ലോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഞാൻ ചോദിക്കൂല, ജസ്റ്റ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. ഫാരഡേസ് ലോ ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ, ഓക്കെ, ഫാരഡേസ് ലോ കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, EMF ഒരു സർക്യൂട്ടിൽ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ അറിയാം. സോ ഇതിലൊക്കെ ശരിക്കും ബേസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓവർ ആൻഡ് ഓൾ ശരിക്കും എക്സാമിന് ഇത് പഠിച്ചാൽ മാത്രം മതി. എക്സാമിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ് എ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഹൗ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിന്റെ എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. സോ ആദ്യം എന്ത് ചെയ്യാം, എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ് എന്ന് എഴുതാം. ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം, ഡിഫൈൻ മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ് ചോദിക്കാം. സോ എഫക്റ്റ് എന്താണെന്ന് മാത്രം എഴുതാം. അത് കഴിഞ്ഞ് ഫിഗർ വരയ്ക്കാം, ഹൗ എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് ഈ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരെ ജസ്റ്റ് ചെറിയ 3 സ്റ്റെപ്പുള്ള ഡെറിവേഷനിൽ അതും കൂടി എഴുതി വെക്കുക. സോ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. Next one, what are the advantages and disadvantages of magnetostriction oscillator? First advantage is ultrasonics up to a frequency of 300 kilohertz can be produced. And our advantage, using this magnetostriction oscillator, we can produce ultrasonic waves up to frequency of 300 kilohertz. And the construction of oscillator is very simple and easy. ഇതുപോലെ ഒരു ഓസിലേറ്റർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്താ, വളരെ എളുപ്പമാണ്. കാരണം അതിൽ സിമ്പിൾ LC 2 ഇൻഡക്ടറും ഒരു വേരിയബിൾ കപ്പാസിറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സർക്യൂട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഈസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് സ്മോളർ. സോ നമ്മൾ റിയൽ ലൈഫിൽ ഒരു ഇലക്ട്രോണിക്സ് ലാബിൽ കാണുന്ന എക്യുപ്മെന്റ്സ് കൊണ്ടാണ് ഈ ഓസിലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. സോ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് വെരി സ്മോളർ. ആൻഡ് വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ഓസിലേറ്റർ? എന്താണ് ഈ ഓസിലേറ്ററിന്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ ഈസ് ultrasonics of frequency higher than 300 kilohertz cannot be produced. 300 കിലോഹെർട്സിനേക്കാളും ഫ്രീക്വൻസി അധികമുള്ള അൾട്രാസോണിക് വേവ്സ് ഓഫ് ഫ്രീക്വൻസി ഹയർ ദാൻ 300 kilohertz cannot be produced. And second disadvantage is
ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് സ്റ്റേബിൾ ആൻഡ് സിംഗിൾ ഓവർ എ സ്മോൾ റേഞ്ച്. ചെറിയൊരു റേഞ്ചിൽ മാത്രമേ ഔട്ട്പുട്ട് ഫ്രീക്വൻസി സ്റ്റേബിൾ ആണ്, സിംഗിൾ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു 250 കിലോ ഹെർട്സ് ഉള്ള ഒരു അൾട്രാസോണിക് വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സിംഗിൾ ആയിരിക്കണം. ഈ ഒരു ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ, 250 കിലോ ഹെർട്സ് ഉള്ള വേവ് മാത്രമായിരിക്കണം. വി ഡോണ്ട് വാണ്ട് എനി അതർ റേഞ്ച്. നമുക്ക് വേറൊരു ഫ്രീക്വൻസിയും വേണ്ട. സോ ഈ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ വേവിന്റെ ഫ്രീക്വൻസി സിംഗിൾ ആണെന്ന് പറയാൻ പറ്റുന്ന ചെറിയൊരു റേഞ്ചിൽ മാത്രമാണ് on this oscillator. And output frequency depends on temperature and moisture. That means output frequency can vary with temperature and moisture. And output frequency is affected by eddy current loss and hysteresis loss. അതായത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വരുന്ന ലോസ് ആണ്, കറണ്ട് ലോസ് ആണ്, അല്ലെങ്കിൽ എനർജി ലോസ് ആണ് എന്ത്, എഡി കറണ്ട് ലോസ്, ഹിസ്റ്ററിസിസ് ലോസ്. സോ ഡ്യൂ ടു ദിസ് ലോസസ് അവർ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ക്യാൻ ബി അഫക്റ്റഡ്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫ്രീക്വൻസി. And another disadvantage is output frequency depends on the length of the rod. So the rods with different lengths must be used to produce different frequencies. So now already expression kandu mu is equal to 1/12 root of y by rho. ഇതിൽ y എന്ന് പറയുന്ന യങ്സ് മോഡുലസും റോ എന്ന് പറയുന്നത് എന്താ, ഡെൻസിറ്റി ആണ്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഒരു മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസും ഡെൻസിറ്റിയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഓരോ മെറ്റീരിയലിനും അത് യൂണീക്ക് ആയിരിക്കും. സോ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണമെങ്കിൽ ആകെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റി എന്താ, ലെങ്ത്. സോ ഫോർ ചേഞ്ചിങ് ഫ്രീക്വൻസി ദ ഓൺലി തിങ് വി ക്യാൻ ചേഞ്ച് ഇസ് ലെങ്ത്. സോ വേറൊരു ഫ്രീക്വൻസി, അപ്പൊ നമുക്ക് ഇഷ്ടം ഓരോ റേഞ്ച് ഫ്രീക്വൻസി പറ്റില്ല, ഒരു സിംഗിൾ ഫ്രീക്വൻസി ഒരു ലെങ്ത് ഉള്ള ഒരു ഫെറോമാഗ്നറ്റിക് റോഡ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് നമുക്ക് വേറൊരു ഫ്രീക്വൻസി വേണമെങ്കിൽ എന്ത് ചെയ്യണം, ലെങ്ത് വേറെയുള്ള അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ലെങ്ത് ഉള്ള വേറൊരു ഓസിലേറ്റർ വേണം. സോ ദാറ്റ് ഈസ് എ ബിഗ് ഡിസഡ്വാൻറ്റേജ്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ദി റോഡ്. സോ ദ റോഡ്സ് വിത്ത് ഡിഫറെന്റ് ലെങ്ത്സ് മസ്റ്റ് ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. And last disadvantage is this oscillator is moderately reliable and efficient only in small range. This oscillator is not reliable. നമുക്ക് അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ എഫിഷ്യൻസി ഒക്കെ ചെറിയ റേഞ്ചിലേ ഉള്ളൂ. സോ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എസ് എഴുതുമ്പം ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പാർട്ടിൽ തിയറിയിൽ അല്ലെങ്കിൽ വർക്കിങ്ങിൽ കൂടുതൽ പോയിന്റ്സ് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എസ് കംപ്ലീറ്റ് ആയി എഴുതാൻ പറ്റും. സോ സിമ്പിൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മിക്കാവുന്ന കാര്യങ്ങളാണ്. സോ പേജ് നമ്പർ 1202 അതിലുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. നോട്ട് ഡൗൺ ചെയ്തെടുക്കുക അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, സോ നമ്മളെ ടൈം ഏകദേശം ആയി തോന്നുന്നു. സോ നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 ആബ്സെന്റ്. 3 കേട്ടില്ലല്ലോ.